എൻ്റെ ഈ ഭവനത്തിലേക്കും എൻ്റെ കൃഷിയിടത്തിലേക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് 1000 അഭിനന്ദനങ്ങളും അതിനോടൊപ്പം തന്നെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ, കൃഷിപാഠ അനുഭവങ്ങൾ ഞാൻ കുറച്ചു നേരം വിവരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ വലിയ വിദ്യാഭ്യാസക്കാരനാണെന്ന് ചോദിക്കും. അല്ല, എൻ്റെ ജീവിത കഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. നിങ്ങൾ കാണാം, ഏഷ്യനെറ്റിൽ ഞാൻ യാത്ര എന്നൊരു പരിപാടിയിൽ കുറേ കാര്യം ഞാൻ അതിൽ വിവരിച്ചിട്ടുണ്ട്. എന്തായിരുന്നു എൻ്റെ ജീവിതമൊക്കെ ലളിതമായ ഭാഷയിലും, അതുപോലെ തന്നെ കുറച്ച് നേരം, അരമണിക്കൂർ നേരത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് അത്രയും ഭാഗം ഞങ്ങൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 1962 5ാം ക്ലാസ്സിൽ പഠിച്ച് മതിയാക്കിയ ഒരു കക്ഷിയാണ്. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മലയാള അക്ഷരം പോലും കൃത്യമായി അറിയാൻ ചോദിച്ചാൽ അറിയില്ല. അന്ന് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇന്നത്തെ പിള്ളേരെ പഠിപ്പിക്കുന്ന മോഡലിലെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു പുസ്തകം മാത്രമേ ഉള്ളൂ. അക്ഷരങ്ങൾ പഠിക്കും, അത്രയേ ഉള്ളൂ 5ാം ക്ലാസ്. അപ്പം അത്ര മാത്രം 5ാം ക്ലാസ്സിൽ മാത്രം പഠിച്ചിട്ടുള്ള ഞാൻ 10 വയസ്സ് മുതലാണ് ഞാൻ കൃഷിപ്പാടത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അന്ന് സ്കൂളിൽ പോകുന്ന നേരത്തെ ഇന്നത്തെ പോലെയല്ല. വസ്ത്രം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, കുടയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒക്കെ എടുത്ത് വളരെ ത്യാഗത്തോടു കൂടിയാണ് അന്ന് സ്കൂളിലൊക്കെ പോവുക. പക്ഷെ എന്നിരുന്നാലും 1968 ഞാൻ കണ്ണൂർ എംപ്ലോയ്മെൻറ്റ് പേര് രക്ഷിച്ചു. 5ാം ക്ലാസ് വെച്ചുകൊണ്ട് പേര് രക്ഷിച്ചു. 69 എനിക്കൊരു ജോലി കിട്ടി കണ്ണൂർ DMO ഓഫീസിൽ അറ്റൻഡറായിട്ട്, വാർഡറായിട്ട്. പക്ഷെ അമ്മാവൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ ജീവിക്കുന്നതും അവരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ അമ്മാവനോട് 3 തവണ ചോദിച്ചപ്പം അവസാനമാണ് അമ്മാവൻ പറഞ്ഞിട്ടുള്ളത്, ഈ കുറേ ഭൂമികൾ ഇവിടെ ഉണ്ട്, നാടൻ കന്നുകാലിയാണെങ്കിൽ 10-70 നാടൻ കന്നുകാലികളുണ്ട്. ഇത് സംരക്ഷിക്കാനും അത്യാവശ്യം എഴുത്തും വായനും പഠിച്ച നീയാണ്. നീ ഇത്തരം കാര്യങ്ങൾ പോയാൽ ഇതാരാണ് സംരക്ഷിക്കേണ്ടത്? അതുകൊണ്ട് നിനക്ക് വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടൂ എന്ന ഒറ്റ വാക്കിൽ മുകളിൽ ഞാനന്ന് ജോലി രാജി എഴുതി കൊടുത്തു. അങ്ങനെ ജോലി അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീടൊക്കെയാണ് ഞാൻ കൃഷിയിലേക്ക് വന്നിട്ടുള്ളത്. 10 വയസ്സ് മുതൽ ഞാൻ കൃഷിപ്പണി വന്നു. അന്ന് പാരമ്പര്യമായി തന്നെയാണ് ഉള്ള വിത്തുകളാണ്, നെൽവിത്തുകൾ. അതായത് അന്നുണ്ടായിരുന്നത് ചെന്നല്, കണ്ണിച്ചെന്നല്, വെളിയൻ, ചോമാല, അതുപോലെ തന്നെ മരത്തുണ്ടി, ചന്തശാല, ജീരശാല, ഇങ്ങനെയൊക്കെ വിത്തുകളുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ അന്ന് സ്കൂളിൽ നമ്മൾ പോകുന്ന കാലത്ത് ഇന്നത്തെ പോലെയല്ല. അന്ന് നമ്മൾ പാടത്തും കന്നുകാലിനൊക്കെ കാളയൊക്കെ വയലിൽ ഇറക്കിയിട്ട് വേണം സ്കൂളിലൊക്കെ പോകാൻ. തിരിച്ചു വരുമ്പം കാളയൊക്കെ നമ്മൾ മാറ്റി കൊണ്ടുവന്ന് തൊഴുത്തിൽ കൂട്ടേണ്ട, തൊഴുത്തിൽ കൂട്ടേണ്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൃഷിപ്പാടത്തിലേക്ക് 10 വയസ്സ് മുതൽ ഇറങ്ങിയത്. ഇപ്പോൾ 66 വയസ്സായി. 56 വയസ്സ് കാലത്തൊക്കെ ഞാൻ കൃഷിപ്പണിയിലാണ്. എന്തെങ്കിലും മുതൽക്കൂട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മുതൽക്കൂട്ടുമില്ല, ഒരു ബാങ്ക് അക്കൗണ്ടും ഇല്ല, ഒന്നുമില്ല. നിത്യജീവിതം കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഏകദേശം ഒരു 10-47 തരം വിത്തുണ്ട്. ഇതാരെങ്കിലും സഹായമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുടെ സഹായമില്ല. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും സഹായമില്ല. അങ്ങനെ സഹായമില്ലാതെ എല്ലാ വർഷവും ഒരു 15-20,000 രൂപ വെച്ച് എല്ലാ വർഷവും നഷ്ടപ്പെട്ടുകൊണ്ടാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നും 5 നിങ്ങൾ കണ്ടു കാണും, 5 സെൻറ്റ് 3 സെൻറ്റ് വെച്ചാണ് കൊടുക്കുന്നത് കൃഷി ചെയ്തിട്ടുള്ളത്. വളരെയേറെ റിസ്ക്കാണ്. വളരെ റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. ചിലപ്പോൾ രാത്രി മുതൽ ഉറക്കമുണ്ടാവില്ല. ഈ മുറ്റത്തുണ്ടെന്ന് അതായത് കൂട്ട് കൂടാണ്ട് ഇത് വളരെ വ്യത്യസ്തം നോക്കി ചെയ്ത് ഇതിൻ്റെ പാകപ്പെടുത്തി ഓരോ ഭാഗത്ത് കൊടുക്കണം. പിന്നെ ഈ വിത്തുകളൊക്കെ മുഴുവനും വ്യാപകമാകണം എന്നുള്ളതിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ ജില്ലയിലേക്കും വിത്ത് കൊടുത്തിട്ടുണ്ട്. ആ വിത്ത് കൊടുക്കുന്നത് വിലക്കല്ല. 2 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 കിലോ കൃഷി ചെയ്ത് തിരിച്ചു കൊണ്ട് തരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2007 മുതൽ 2008 മുതലാണ് എൻ്റെ ഈ കൃഷി മോഡലും എൻ്റെ കൃഷി പാരമ്പര്യവും എൻ്റെ വിത്ത് സംരക്ഷണവും രാസവളങ്ങളും കീടനാശിനിയൊന്നും ഉപയോഗിക്കാത്ത കൃഷി മോഡൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. കേരള കർഷകൻ എന്ന മാസിക, പട്ടാമ്പിയിലെ ഒരു കൃഷി സയൻറ്റിസ്റ്റുകാരനായ രാജൻ ബി എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് പുറത്തേക്ക് കൂടുതലേക്ക് എത്താൻ കഴിഞ്ഞത്. അന്ന് മുതൽ ഇങ്ങോട്ടാണ് പിന്നെ പത്രങ്ങളും TV-കളും ചാനലുകളും ഇപ്പം നെറ്റിലും യൂട്യൂബിലൊക്കെ എല്ലായിടത്തും വന്നു. ലോകരാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ വിളിക്കലുണ്ട്. എല്ലാ രാജ്യങ്ങളും മലയാളികൾ എവിടെയുണ്ടോ അവിടെ നിന്നൊക്കെ കൃഷിയെ സ്നേഹിക്കുന്ന, വിത്തിനെ സ്നേഹിക്കുന്ന, ഭൂമിയെ സ്നേഹിക്കുന്ന, പ്രകൃതി സ്നേഹിക്കുന്ന ഏത് കക്ഷികളുണ്ടോ അവരൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ട്. അവരെ സ്നേഹം സൗഹാർദ്ദം പങ്കുവെക്കാറുണ്ട്. ഇന്നലെയും കൂടി ദുബായിൽ നിന്ന് അവർ കുറച്ച് ആളുകൾ ഇവിടെ വന്നിരുന്നു. പിന്നെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. കാർഷിക കോളേജുകൾ, കേരളത്തിലെ കാർഷിക കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ഹൈസ്കൂൾ, LP സ്കൂൾ, UP സ്കൂൾ, ഇങ്ങനെ വേണ്ട. അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഒക്കെ സെമിനാറുകൾ, ശില്പശാലകൾ ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. എൻ്റെ കൃഷി 56 വർഷക്കാലത്തെ കൃഷി അനുഭവങ്ങൾ, അതിൽ നാട്ടറിവുകൾ, കാട്ടറിവുകൾ, കീഴ്വഴക്കങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ഞാൻ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്.
മാത്രമല്ല എന്തെല്ലാമാണ് നാട്ടിലുള്ള അറിവുകൾ, എന്തെല്ലാമാണ് കാട്ടിലുള്ള അറിവുകൾ എന്നതിനെ പറ്റിയൊക്കെ ഞാൻ കുട്ടികൾക്ക് വിവരിക്കാറുണ്ട്. ഒപ്പം തന്നെ ഞാൻ മക്കളോട് പറയാറുണ്ട്, പാഠപുസ്തകം നമുക്കൊരു അറിവിൻ്റെ വഴികാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പ്രകൃതിയുമായിട്ടോ അല്ലെങ്കിൽ നാട്ടറിവുമായി കാട്ടറിവുമായിട്ട് യാതൊരു ബന്ധം നമ്മുടെ പാഠപുസ്തകത്തിൽ വരില്ല. അതിന് നിങ്ങൾ തയ്യാറാവണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാഠപുസ്തകത്തോടൊപ്പം തന്നെ നിങ്ങൾ നാട്ടറിവും കാട്ടറിവും അതുപോലെ തന്നെ കൃഷി മോഡലുകൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം എന്നാണ് ഞാൻ കുട്ടികളെ ആഹ്വാനിക്കാറുള്ളത്. നമുക്കറിയാം, ഞാൻ പാഠപുസ്തകം മുഴുവൻ പരിശോധിച്ചു. ഇപ്പം ഞാൻ ഈ എല്ലാ പാഠപുസ്തകവും പരിശോധിച്ചപ്പം കാര്യമായ തെറ്റുകൾ പാഠപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. ഞാനതിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നല്ലൊരു ഓഡിയൻസ് കിട്ടുമ്പോൾ ഞാൻ എന്താണ് പാഠപുസ്തകത്തിലുള്ള തെറ്റുകൾ, എന്താണ് പാഠപുസ്തകത്തിൽ കണ്ട തെറ്റ് എന്ന് ഞാനത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ഒരു ചർച്ചയ്ക്കും കൂടി തയ്യാറാകാൻ വേണ്ടി എൻ്റെ ആഗ്രഹം മനസ്സിലുണ്ട്. ഇങ്ങനെയുള്ള പാഠപുസ്തകം നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കരുത് എന്നുകൂടി ചിലപ്പം പറയാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ആ പാഠപുസ്തകം തെറ്റെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ല. അപ്പം അതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മക്കൾക്ക് നിങ്ങൾ പാഠപുസ്തകത്തിലുള്ള അറിവ് മാത്രം എടുത്താൽ പോരാ. നമുക്ക് അറിവുള്ള അപ്പുറത്തുള്ള ഒട്ടനവധി അറിവുകൾ നമുക്ക് കാട്ടിൽ കൂടി സഞ്ചരിക്കേണ്ടതുണ്ട്, പ്രദേശത്തുകൂടി സഞ്ചരിക്കേണ്ടതുണ്ട്, ആകാശത്തുകൂടി നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്, വെള്ളത്തിൽ കൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ വിവിധ മേഖലയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ കുറേ അറിവുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അറിവുകൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും തൊട്ടറിഞ്ഞും നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഞാനിപ്പം ഈ കടലിനെ സംബന്ധിച്ച് കടലിൽ എന്തെല്ലാം ജീവികളുണ്ട്, എന്തെല്ലാമാണ് കടലിലെ ജീവികൾ, എന്തെല്ലാം കാര്യം വെച്ചിട്ട് ഒരു സയൻറ്റിസ്റ്റുമായി ഞാനിപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താണ് കടലിൻ്റെ അടിത്തട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ ജീവികളുണ്ട്, എന്തൊക്കെ വസ്തുക്കൾ കടലിൽ ജീവിക്കുന്നുണ്ട്, അതെന്താണ് അതിൻ്റെ എങ്ങനെയാണ് ജീവിക്കുന്നത് സംബന്ധിച്ചൊക്കെ പഠിക്കാനും ഞാൻ തയ്യാറാകുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടത് ആവശ്യമില്ല, നിങ്ങളൊക്കെ ഒന്ന് കടൽ തീരെ താമസിക്കുന്ന ആളുകളാണ്. പിന്നെ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വരുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഇതേപോലെ നെൽവിത്തിനെ പോലെ നമ്മൾ തേങ്ങ കുറ്റിയാടി 2-3 പേര് ആളുകളോട് ചോദിച്ചു, ഈ നെൽവിത്തിനെ പോലുള്ള പേരുള്ള തേങ്ങയുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, വയനാട്ടിലാണെങ്കിൽ റോബസ്റ്റ് കാപ്പി, അറബിക് കാപ്പി, അതുപോലെ തന്നെ കുരുമുളകാണെങ്കിൽ ഉദരൻ, കരിങ്കൊട്ടൻ, ബാലൻകൊട്ടൻ, ചെറുവള്ളി, കല്ലുവള്ളി, ഇങ്ങനെ കുറേ കൊടികളുണ്ട്. അപ്പം അതുപോലെ തേങ്ങയ്ക്ക് എന്തെങ്കിലും പേരുകളുണ്ടോ? എന്തെല്ലാം ഇനം തേങ്ങകളുണ്ട്, ഏതെല്ലാം ഇനമാണ് തേങ്ങ, ഗുണമുള്ള തേങ്ങകളേത്, കൂടുതൽ നെയ്യുള്ള തേങ്ങ ഏത് എന്ന് ചോദിച്ചപ്പം ഒരാൾക്കും അറിയില്ല. അങ്ങനെ ഉണ്ടോയെന്നുള്ളത് ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുക. അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. എത്ര തേങ്ങയുണ്ട്, എത്ര ഇനം തേങ്ങയുണ്ട്. ചില തേങ്ങകൾ എന്ന് പറഞ്ഞാൽ കുന്നേലും മണ്ടയിൽ പിടിക്കുന്ന തേങ്ങ ഉണ്ടാവാം, താഴ്വരയിൽ പിടിക്കുന്ന തേങ്ങ ഉണ്ടാവാം, വ്യത്യസ്തമായിരിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അത് തന്നെ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ ആർക്കും അതിനെ പറ്റി വലിയ പിടിപാടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എനിക്കിതുവരെ കിട്ടിയിട്ടുമില്ല. ഞാൻ 2-3 ചോദിച്ച് അതിനെ പറ്റി ഒന്ന് വിവരിക്കാവുമെന്ന്, എന്താ തേങ്ങ ഉണ്ടെന്ന്. അപ്പം നമുക്കറിയാം, കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിയാടി തേങ്ങയാണ് ഇവിടെ നാട്ടിൽ ലോകത്തൊക്കെ പേര് അറിയപ്പെടുന്നത്. തേങ്ങ കുറ്റിയാടി തേങ്ങയാണ്, തൈയാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വിശാലമായിട്ട്, നമ്മളൊരു വിശാല കാഴ്ചപ്പാടും വിശാല മനസ്സും വിശാല പ്രവർത്തനം നമുക്കുണ്ടാവണം. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സുഖത്തിന് ഒരു പരിധി വരെ നമ്മൾ പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കം നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്കറിയാം, മനുഷ്യർക്ക് ഭക്ഷണം വളരെ കുറവേ വേണ്ടു. ശരീരം നന്നാവണമെങ്കിൽ നമ്മൾക്ക് മനസ്സാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ തുറന്നിട്ട കിളിയെ പോലെ നമ്മുടെ മനസ്സ് വന്നാൽ തീർച്ചയായും നമുക്ക് ഭക്ഷണം വളരെ കുറവ് മതിയും, ശരീരം വളർച്ചയും ഒക്കെ നമുക്ക് പെട്ടെന്നുണ്ടാവും. മാത്രമല്ല, ഇപ്പം നമുക്കറിയാം, മുടിയുടെ നര, അതുപോലെ തന്നെ ശരീരക്ഷീണമൊക്കെ നമ്മുടെ മാനസിക പിരിമുറുക്കമാണ് ഇതിനൊക്കെ ഒരു പരിധി വരെ കാരണക്കാരൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നെൽകൃഷിയെ സംബന്ധിച്ച് തിരിച്ച് പിന്നും വരാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 47 തരം നെൽവിത്തുകൾ, പൈതൃക നെൽവിത്തുകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ പ്രകൃതിയുടെ വിത്തുകളാണ്. ഇത് നമ്മളാരെ വിത്തുകളല്ല, ഇത് പ്രകൃതി വിത്താണ്. അപ്പോൾ ആ വിത്തുകൾ സംരക്ഷിക്കേണ്ട കടമ പ്രകൃതിക്കാണ്, നമുക്കല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയിൽ എന്തെല്ലാം വൈരുദ്ധ്യങ്ങൾ, എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടോ അത് ആ വിത്ത് തരണം ചെയ്യാൻ നല്ലാണ്ട് നമുക്ക് പറ്റില്ല. അതേസമയത്ത് ഹൈബ്രിഡ് വിത്തുകൾ, നമ്മൾ യൂണിവേഴ്സിറ്റി എടുക്കുന്ന ഹൈബ്രിഡ് വിത്തുകൾ നമ്മുടെ വിത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിത്തിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് നമ്മളെടുത്താണ് അതിൻ്റെ കാഴ്ചപ്പാടുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് രാസവളവും കീടനാശിനിയും ഒക്കെ വരുന്നതിൻ്റെ കാരണം ഒരു ചെടിക്ക് വേണ്ട ഭക്ഷണം, അതിന് തണുപ്പ്, ചൂട് ഒക്കെ കൊടുക്കാൻ നമ്മൾ രാസവളമാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ വിത്ത് അതല്ല. പ്രകൃതി വിത്ത് നെല്ലിന് നമ്മൾ അടിയിൽ ഞാനിപ്പോൾ നമ്മൾ തന്നെ ചാണകം കൊടുക്കുന്നു, ചപ്പ് കൊടുക്കുന്നു, വെള്ളം തിരിച്ചു വിടുന്നു. രാത്രിയും പകലുള്ള ചൂട് തണുപ്പ് കൊടുക്കുന്നത് പ്രകൃതിയാണ്. അതിൽ നിന്നാണ് ചെടി വളർന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ഒരു കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മൻ്റെ ചൂട് കുഞ്ഞിനുണ്ടാവണം. അമ്മൻ്റെ കുഞ്ഞില്ലാതെ നമ്മൾ എന്തായിട്ടും നമ്മൾ എന്തുമായിട്ട് കാര്യമില്ല. അമ്മൻ്റെ ചൂട് ആ കുഞ്ഞിന് കിട്ടിയേ പറ്റും. ഒരു 3 മാസമെങ്കിലും അമ്മൻ്റെ ചൂട് കിട്ടണം, എന്നാലേ കുഞ്ഞ് വളരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രകൃതിയാണ് ഇതിൻ്റെ ചൂട് കൊടുക്കുന്നത്. നമുക്കറിയാം, പ്രകൃതിയിൽ ഒട്ടനവധി പ്രകൃതിയുടെ എനർജി നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആ പ്രകൃതിയുടെ എനർജി നഷ്ടപ്പെടുത്തുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ നടക്കുമ്പോൾ
നമ്മൾ ഭൂമിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിലാണ് ഇപ്പം ജനങ്ങളുടെ ജീവിതം. കാരണം ചെരുപ്പ് 2 ഇഞ്ച് ചെരുപ്പ്, അതിൻ്റെ മുകളിൽ പിന്നെ വാർക്ക കെട്ടിടത്തിൻ്റെയാണെങ്കിലും പിന്നെ ടൈൽസ്, പിന്നെ അതുപോലെ തന്നെ 2 ഇഞ്ച് ചെരുപ്പ്, അവർ 4 ഇഞ്ച് പൊക്കത്തിലായിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പം നമുക്ക് പ്രകൃതിയുടെ എനർജി നമുക്ക് കിട്ടുന്നില്ല. അത് കിട്ടണമെങ്കിൽ എർത്ത് നമ്മൾ ഭൂമിയിലേക്കേ ഇല്ല, അതല്ലേ? അപ്പം ഭൂമിയിലേക്ക് യാതൊരു എർത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രകൃതി കിട്ടേണ്ടതായ എനർജിയും പ്രകൃതി കിട്ടേണ്ടതായ ഗുണമേന്മയും നമുക്ക് കിട്ടുന്നില്ല. ഒരു ചെടി കിട്ടേണ്ടത് പ്രകൃതിയിൽ നിന്നാണ്, അല്ലാണ്ട് നമ്മൾ മുകളിൽ. അപ്പം അതുപോലെ തന്നെ നമ്മളൊരു ചെടിയാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നല്ലൊരു ഭക്ഷണം, നല്ല കൃത്രിമില്ലാത്തൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധം നന്നായി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായം. കാരണം അത് ചെടിയിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ആ ചെടി വളർച്ചയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നെൽകൃഷി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നേരെ പറഞ്ഞ പോലെ ഇപ്പം നെൽകൃഷിയിൽ രാത്രി ഞാനൊരു നെല്ലിനെ പോയിട്ട് മീറ്റർ വെച്ച് അളന്ന് വെച്ചു. രാവിലെ 6 മണിക്ക് അളന്ന് വെച്ചിട്ട് വൈകുന്നേരം 6 മണിക്ക് ചെന്ന് നോക്കുമ്പം ആ ചെടി അണങ്ങിയില്ല. രണ്ടാമതും ഞാൻ വൈകുന്നേരം പിറ്റേത് രാവിലെ 6 മണിക്ക് ചെന്ന് നോക്കുമ്പോൾ 2 ഇഞ്ച് സെന്റിമീറ്റർ വളർന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെടി. അപ്പോൾ എപ്പോഴാണ് ആ ചെടി വളർന്നിട്ടുണ്ടാവുക? രാത്രി കാലങ്ങളെ സമരം ചെടി വളർന്നിട്ട്, പകൽ സമയം അത് വളർന്നിട്ടില്ല. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി അത് ചൂടും ശേഖരിച്ച് ഒരു വിശ്രമ സമയത്താണ് ഈ ചെടി വളർന്നിട്ടുള്ളത്. അപ്പം അതുപോലെ നമ്മൾ രാവിലെ ഓടിച്ചാടി നടക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു വിശ്രമം വരുമ്പോഴാണ് നമ്മുടെ ശരീരം വളർന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ ചെടികളൊക്കെ നമുക്ക് ആവശ്യമായ പിന്നെ വളവും മരുന്നും പിന്നെ നമ്മൾ ജൈവ വളങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും അത് വളരും എന്നാണ് എൻ്റെ തോന്നുന്നത്. പിന്നെ നെൽവിത്തിന് തന്നെ പറയാം. നമുക്ക് നെൽവിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ പക്കം നോക്കാറുണ്ട്. ഇളമ്പക്കം എന്താണ് ഇളമ്പക്കം എന്നറിയില്ല, ഇവിടെ ആളുകൾക്ക് അറിയില്ല ഇളമ്പക്കം എന്താണെന്നുള്ളത്. അപ്പം ഇളമ്പക്കം കഴിഞ്ഞ് അങ്ങനെയൊക്കെ നോക്കിയാണ് വിത്ത് ശേഖരിക്കുന്നത്. ഇപ്പം നമ്മൾ നെല്ലാണെങ്കിൽ ഈ 80% വിളവിൽ നമ്മൾ എടുത്തിരിക്കണം, 100% വിളവിൽ അത് എടുക്കരുത്. 80% വിളവിലെടുത്ത് അത് കൊണ്ടുവന്ന് കൃത്യമായി ഉണക്കി. പിന്നെ പുഴുങ്ങുണങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മമാർക്കറിയാം ഇപ്പം എങ്ങനെയാണ് പുഴുങ്ങുണങ്ങേണ്ടത്. ഒരു പുഴുക്കാണ് ഗുണം, ഇരുപ്പുഴുക്കാണ് ഗുണം? അമ്മമാരോട് ചോദിക്കുന്നത് ഏതാണ്? നമ്മൾ നെല്ലിപ്പം നമ്മൾക്ക് ഒരു പുഴുക്ക് ഉണങ്ങി, ഇരുപ്പുഴുക്ക് നമ്മൾ നെല്ല് പുഴുങ്ങുന്നു. എങ്ങനെയാണ് ഗുണം? നെല്ലുള്ളവർ പറഞ്ഞാൽ മതി, അറിയാത്തതെന്ന് പറയണ്ട. ഇനിയിപ്പോൾ തെറ്റോ ആയിക്കോട്ടെ ശരി ആയിക്കോട്ടെ നമ്മൾ പറഞ്ഞേക്കാം. ഒരു പുഴുക്ക് പിന്നെയാണ് ഇരുപ്പുഴുക്ക്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇരുപ്പുഴുക്ക്? പറഞ്ഞിട്ടോ? ഇല്ല. ഒരു പുഴുക്കാണെങ്കിൽ എങ്ങനെ ഉണക്കണം? പെങ്ങൾ എങ്ങനെ ഉണക്കണ്ടത് അതറിഞ്ഞൂടാ, എങ്ങനെ അറിയില്ല. അതുകൊണ്ടോ ഇത്ര അമ്മമാർക്ക് പോലെ എന്താണ് ഒരു നെല്ല് എങ്ങനെയാണ് ഉണങ്ങേണ്ടത്, എങ്ങനെയാണ് പുഴുങ്ങേണ്ടത് ഈ അമ്മമാർക്കൊന്നും അറിയില്ല. അപ്പൊ ഇവർക്ക് അറിഞ്ഞാൽ മാത്രമേ ഇവരുടെ ഭാവി തലമുറയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ, എങ്ങനെ ഉണങ്ങണം എങ്ങനെ ഉണക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊന്നും അവർക്കറിയുന്നതാണല്ലോ അവർ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ ഭാവി തലമുറയെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താണ് നെല്ല്, എന്താണ് അരി, എങ്ങനെയാണ് അരി ഉണ്ടാവേണ്ടത്, ഇതൊന്നും നമ്മളെ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ സാധാരണ പറഞ്ഞാൽ ഒരു പുഴുക്ക് ശരിയാണ്, പക്ഷെ ഒരു പുഴുക്ക് നമ്മൾ ദേഹം തിളപ്പിച്ച് ഉണക്കി അതാണ് നല്ലത്. പക്ഷെ അത് ഉണക്കിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, തണലിട്ട് ഉണക്കി വെക്കാവും. ഇതുപോലെ വെയിലത്തിട്ടത് ഉണക്കിയെടുത്താൽ പൊടിഞ്ഞ് നാശമായി പോകും. ഇരുപ്പുഴുക്കാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷയമില്ല, അതൊക്കെ വെയിലത്തിട്ട് ഉണക്കാം. പിന്നെ കൈക്കുത്താണോ നല്ലത്, അല്ല മില്ലിലടിച്ച് ഏതെടുത്താണ് ഏതാണ് നല്ലത്? കൈക്കുത്ത്. ഇനിയിപ്പോൾ പാത്രങ്ങളാണെങ്കിൽ പോട്ടെ, പാത്രങ്ങൾ എന്താ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇത് ഒത്തിരി പറയാനുണ്ട് കേട്ടോ, ഒരുപാട് പോകും. പിന്നെ ഞാൻ ചില കോളേജുകളിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ പറയും ഏത് അരിയാണ് രുചി രാമേട്ടെന്ന് ചോദിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം കേശവദാസപുരം MG കോളേജിൽ യൂണിവേഴ്സിറ്റി ടീച്ചർമാരൊക്കെ ചോദിച്ചു, സുഖാരം വന്നിട്ട് ചോദിച്ചിട്ടു പറഞ്ഞു രാമേട്ട ഏത് അരിയാണ് സുഖം പിന്നെ ഗുണമുള്ളത്? ഞാൻ ടീച്ചറെ ഏത് അരിയാന്ന് ഗുണമെന്നൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു രുചിക്ക് പല ഘടകങ്ങളുണ്ട്. അവിടുത്തെ മണ്ണ്, അവർ ചെയ്യുന്ന വളം, നമ്മളതിൻ്റെ പരിപാലനം ഒരു ഘടകം. മറ്റൊന്നെന്ന് പറഞ്ഞത് കൊണ്ടുവരുന്ന കാര്യത്തിൽ, വേവിക്കുന്ന കാര്യത്തിൽ മൺകലം, ഇൻഡാലിയം, അലൂമിനിയം, വെങ്കലം, ചെമ്പ്, പാത്രം, സ്റ്റീല്, ഒരു പാത്രം. പിന്നെ മറ്റൊന്നും കൂടിയുണ്ട്, വെള്ളം. തീ മാത്രമല്ല, ഇനി വെള്ളം വരുന്നുണ്ട്. നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ മറ്റും പൗഡർ ഇട്ട വെള്ളമാണോ, അല്ല പ്രകൃതിയുടെ തനിമ ഉറവയാണോ? അതൊരു ഘടകമാണ്. പിന്നെ വേവിക്കുന്ന കാര്യത്തിൽ കറണ്ടിലാണോ, അല്ലെങ്കിൽ ഗ്യാസിലാണോ, അല്ലെങ്കിൽ ബയോഗ്യാസ് ആണോ, അല്ലെങ്കിൽ മണ്ണെണ്ണ സ്റ്റൗ ആണോ, അല്ലെങ്കിൽ വിറകടുപ്പാണോ, അല്ലേ? ഇതൊക്കെ ഈ രുചിയിൽ കൂട്ടിൽ വരും. പിന്നെയും വരുന്നൊരു വിഷയം ഓരോരുത്തരുടെ കൈയൊതുക്കം, അല്ലേ? എല്ലാവരും ഇപ്പൊ നിങ്ങൾ ഒരേ കറിയായിരിക്കും 5 സ്ത്രീകൾ വെക്കുന്നെങ്കിലും വ്യത്യസ്തമായിരിക്കും കറിയുടെ രുചി വരിക, അല്ലേ? വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്ത ഭാവനയിലും വ്യത്യസ്ത കൈയിന്റെ അടക്കങ്ങളും വരുന്നുണ്ട്, അല്ലേ? അതാണ് ഇതൊക്കെ രുചിയിൽ വരുന്നില്ല, ഇതൊക്കെ രുചി കൂട്ടത്തിലാ. അപ്പോ അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായ രുചിയും അതുപോലെ തന്നെ പാകപ്പെടുത്തലൊക്കെ. ഇതൊക്കെ നമ്മളെ മക്കൾ പഠിച്ചിരിക്കണം. നെല്ല് പുഴുങ്ങല്,
അത് ഏത് നെല്ലാണ്, ഏത് അരിയാണ്, എത്ര മൂപ്പാണ്, എത്ര ദിവസമാണ്, ഇതൊക്കെ വരും. പിന്നെയും വരുന്നുണ്ട് ഈ 6 മാസം മൂപ്പ് എന്ന് പറയുമ്പോൾ 180 ദിവസത്തെ അന്തരീക്ഷം ആ ചെടി ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇടി, മിന്നല്, മഴ, മഞ്ഞ്, വെയില്, കാറ്റൊക്കെ ആ ചെടി എടുത്തിട്ടുണ്ട്. അപ്പം 150 ദിവസവും 120, 90 ദിവസം ഇത്രയും ദിവസത്തെ ചെടിയും 180 ദിവസത്തെ ചെടിയും വെച്ച് നോക്കുമ്പോൾ ഊർജ്ജം ഏതായിരിക്കും? 180 ദിവസം. മനസ്സിലായില്ലേ? ആ 180 ദിവസത്തെ നെല്ലിന്റെ അരി കഴിച്ചാൽ അതിനനുസരിച്ച് ഊർജ്ജം കഴിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലേ? ഏത് ഭക്ഷണമാണോ കഴിക്കുന്നത് ആ ഭക്ഷണത്തിന്റെ സ്വഭാവം ശരീരം കാണിക്കൂലേ? ഉണ്ടാവില്ലേ? അത് കാണിക്കും ഉറപ്പാ. ഏത് ഭക്ഷണം അതുപോലെ തന്നെ ഏത് വളമാണോ ഉപയോഗിച്ചത് നമ്മൾ ചെടിക്ക്, ആ വളത്തിന്റെ ഗുണം ആ ചെടിക്കും കിട്ടും. അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ പോകുന്നുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ഗവനിക്കുന്നില്ല. നമ്മളെന്താ പറയാ, നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്, ഇപ്പോഴത്തെ ജീവിത മോഡൽ കണ്ടിട്ടുള്ളത് ടിവിയിലെ പരസ്യത, ഏത് പൗഡറാ കറി പൗഡർ നല്ലത് അല്ലേ, അതാ നോക്കുക. ഏത് പൗഡർ കറി പൗഡർ, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കണം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി ഇതേപോലെ ഞങ്ങൾ ക്ലാസ്സിൽ പരിസ്ഥിതി കുട്ടികൾക്കും ഏത് രാമട്ട പുളി നല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ വാളംപുളി ഉപയോഗിക്കരുത്. കർശനമായി ഞാൻ പറഞ്ഞു നിങ്ങൾ വാളംപുളി തുടങ്ങി ഉപയോഗിക്കുക. വാളംപുളി എന്ന് പറഞ്ഞാൽ എത്രയുള്ള സാധനം, പുണ്ണുണ്ടാക്കാൻ ഏറ്റവും പുണ്ണുണ്ടാക്കുന്ന സാധനമാണ് ആ സാധനം. അതുപോലെ തന്നെ ഈ മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ദോഷമുള്ളതാണ് കൊളുന്ത് മുളകിന്റെ പൊടി. അപ്പൊ ഈ 2 സാധനം മതി നമ്മളുടെ വയറ്റിലെ അപ്പൻഡിക്സും പുണ്ണും രോഗം ഉണ്ടാക്കാൻ. അപ്പം പിന്നെയോ അപ്പൊ നിങ്ങൾ ചോദിക്കും വേറെന്ത് പുളി തരാൻ പറ്റും? ഇഷ്ടം പോലെ പുളികളുണ്ട് കാട്ടിലൊക്കെ, ഇഷ്ടം പോലെ പുളികൾ. എന്തെല്ലാം പുളിയുണ്ടെന്നാ കാട്ടില്. പിന്നെ നമ്മളൊക്കെ കുടംപുളി മോശ, നല്ല പുളിയല്ലേ കുടംപുളി എന്തെല്ലാം ഔഷധ ഗുണമുള്ളതാണ് കുടംപുളി. അപ്പൊ ടേസ്റ്റ് നല്ലതാണ്. മാത്രമല്ല ഉണങ്ങിയ കുടംപുളി എടുക്കാം. ഇനി പച്ച കുടംപുളി നിങ്ങൾക്ക് പിന്നെ കുടംപുളി തൈലമായിട്ട് എടുക്കാം. അറിയോ തൈലം എടുക്കാം? കുടംപുളി തൈലം എടുക്കാൻ അറിയോ കുടംപുളി തൈലം എടുക്കാൻ? കുടംപുളി തൈലം എടുത്ത് ഒരു കുപ്പി നമ്മൾ 1 ലിറ്റർ വീട്ടുണ്ടാക്കി വെച്ച് 1 വർഷം സുഖമായിട്ട് കൈകാര്യം ചെയ്യാം. എങ്ങനെയായിരിക്കണം എന്നറിയോ? ആ കുടംപുളി പഴുത്ത കുടംപുളി കൊണ്ടുവന്നിട്ട് ഇതുപോലെ തോർത്തിൻ്റെ അകത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് ഇതാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തുണീൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉറ്റി അവിടെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. അതാണ് കുടംപുളി തൈലം. അത് നമുക്ക് രാത്രി നമ്മൾ ഏത് വേണമെങ്കിലും കറി വെക്കുമ്പോൾ ഒരു സ്പൂൺ ആ കുപ്പിൻ്റെ അകത്ത് ഒഴിച്ചങ്ങിട്ടാൽ മതി. പുളിക്ക് പകരം എന്തായാലേ ആ പുളിക്ക് പോലെ ഒരു സ്പൂൺ എടുത്തിട്ടാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഭക്ഷണത്തിന് രുചിക്ക് മാത്രമല്ല നമുക്കൊരു ഔഷധം കൂടിയാണ്. അപ്പൊ പഴയ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞില്ല, പഴയ കാലത്ത് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പിന് വേണ്ടി മാത്രമല്ല, ഔഷധം കൂടിയുള്ള ഭക്ഷണം നമ്മളന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഔഷധമാണ്, വിശപ്പ് ഇറക്കാനാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ വായിക്ക് രുചി മാത്രമേ ഉള്ളൂ അല്ലേ. വായിക്ക് രുചി. അതിനൊരു പഴമൊഴി പറയുന്നുണ്ട്. ഏതായാലും നമ്മള് പറഞ്ഞ ഒരു കോമഡി പറയാം, വായിക്ക് രസം കുണ്ടിക്കേടെന്ന് പറയാറില്ലേ. പക്ഷെ ഇപ്പൊ കേടാ. ഇപ്പൊ ആരെ വയറാ ഇപ്പൊ നല്ലത്? 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ വയറ് മുഴുവൻ പോയില്ലേ. സംഗതിയൊക്കെ ഡേഞ്ചർ ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ ഇതൊക്കെ വരുന്നത് നമ്മളെ ഭക്ഷണശീലമാണ്. ആ ഭക്ഷണശീലം നമ്മൾ എന്താക്കണം, കുറെ മാറ്റിയേ മതിയാവും. ഒരു രക്ഷയില്ല. അല്ലാണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ നാളെ ഒരു മെഡിക്കൽ കോളേജ് വേണം, ഇപ്പുറത്തെ ഒരു ജില്ലാസ്പത്രി വേണം, അപ്പുറത്തെ ഒരു ഹെൽത്ത് സെന്റർ വേണം, ഇത് പറഞ്ഞിട്ട് ഒരു കാലം അത് വേണ്ടെന്നല്ല. ആദ്യമായിട്ട് വേണ്ട നമ്മൾ ഇത് മാറ്റാൻ, രോഗം വരാതിരിക്കാനുള്ള മാർഗം എന്താണ്? അതിനൊരു കോളേജ് വേണം ആദ്യം. ആദ്യം കോളേജ് വേണ്ടത്, പിന്നെ നമുക്ക് മെഡിക്കൽ കോളേജ് ആക്കാം അല്ലേ. അതാ നമുക്ക് തുടങ്ങേണ്ടത്. രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് നമ്മളെ പ്രദേശം, നമ്മളെ ചുറ്റുപാട്, നമ്മളെ പരിസരം, നമ്മളെ ഭക്ഷണം, നമ്മളെ വസ്ത്രം എന്തായിരിക്കണം. എൻ്റെ അടുത്ത് ഇവിടെ വരുന്നുണ്ട് ജർമ്മനിയും ബ്രിട്ടനും ഇവരൊക്കെ വരുന്നുണ്ട്. അന്നേരം അവരെ വസ്ത്രം കണ്ടില്ല, ഇത്രയും വരുന്നു, പെണ്ണായാലാണായാലും. അവർ പറഞ്ഞെന്നറിയോ, രാമേട്ടാ നിങ്ങൾ ഇന്ത്യക്കാർക്ക് ഭക്ഷണത്തിന് മാത്രം രുചിയുള്ള ഭക്ഷണം വേണം, ശരീരത്തിന് ഗുണമുള്ള ഭക്ഷണം വേണ്ട. നിങ്ങളുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ മുഴുവനും മൂടിയിരിക്കണം. ഞങ്ങളുടെ വസ്ത്രം കണ്ടാൽ ഇത്രയേ ഉള്ളൂ. എന്താണെന്നറിയോ, ഈ വായു അന്തരീക്ഷം നമ്മുടെ ശരീരത്തിന് ഏക്കണം. ചൂട്, തണുപ്പ്, അതെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. നമ്മളെ പ്രാണവായുവിൽ നമുക്ക് നല്ല എനർജി ഉണ്ട്. എങ്ങനെ വരുന്നില്ലേ? ഇപ്പൊ നമ്മൾ പല മരങ്ങളുണ്ടല്ലോ ഇവിടെ, പല പുഷ്പങ്ങൾ വരുന്നുണ്ടല്ലോ കാട്ടിൽ. അതിൽ നിന്നൊക്കെ വായുവിൽ കൂടി അതിന്റെ ഗന്ധകം വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല അത്. ഇപ്പൊ ഒരു നല്ലൊരു പുഷ്പം ഇവിടെ വരികയാണെങ്കിലോ അല്ലേ. ഞാൻ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു സ്വീകരണം തന്നപ്പോൾ ഒരു റോസാപ്പൂ വന്നു, ഒരു സ്വീകരണത്തിന്. അപ്പൊ റോസാപ്പൂ എടുത്തിട്ട് എന്നോട് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു തക്കം കിട്ടി ഈ റോസാപ്പൂ കിട്ടിയപ്പോൾ. ഇതിനും ഞാൻ മണത്ത് നോക്കുമ്പോൾ ഇതിനൊന്നുമില്ല, ഒരു ചന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പഹൂട്ടിയൻസിൽ ഇരുന്നിട്ട്
ഈ റോസാപ്പൂ എടുത്തിട്ട് വെച്ചിട്ട് ഇതെന്താന്ന് ചോദിച്ചു. റോസാപ്പൂവിന്റെ സ്മെല്ല് നല്ലതല്ലേ? അതെ ആണ്. നല്ല സ്മെല്ലില്ലേ? ഉണ്ട്. ഇതിനുണ്ടോ? ഇല്ല. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഈ പൂവല്ലേ നിങ്ങൾ ചൂടുന്നേ? അതെ. നിങ്ങൾക്ക് വല്ല സ്മെല്ലുണ്ടോ? ഇവർക്ക് സ്മെല്ലില്ല. ഇവർക്ക് സ്മെല്ല് എന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ ഉദ്ദേശിച്ച മറ്റൊന്നാണ്. സ്മെല്ല് എന്ന് പറഞ്ഞാല് നമ്മുടെ കഴിവ്, ഗുണം ഇല്ല. അതാ പറഞ്ഞ, അല്ലാണ്ട് വേറൊന്നല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ്. ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക. ഞാനത് തന്നെ പറയാറുള്ളത്, ഒന്ന് പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം. പാർപ്പിടം എങ്ങനെ ആയിരിക്കണം, വസ്ത്രം എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ. ഇപ്പൊ നിങ്ങളൊന്നും ചിരിക്കരുത്. ജീൻസ് പാൻസ് ഒക്കെ ഇടുമ്പോൾ ഇദ്ദേഹത്തെ ഒരു ജീൻസ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ വേർപ്പ്, നമ്മുടെ ശരീരത്തിന്റെ വേർപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ വേർപ്പ് നമ്മൾ പുറത്തേക്ക് പോകണം. അതിൽ കുറെ ചീത്ത സാധനങ്ങളുണ്ട് നമ്മുടെ വേർപ്പിന്. ഇത് മുഴുവനും പോകണം പുറത്തേക്ക്. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യും ചോദിച്ചാൽ, ആ വേർക്കുമ്പോൾ നമ്മൾ ജീൻസിൽ പിടിക്കുന്നു, തണുക്കുമ്പോൾ രണ്ടാമത് റിട്ടേൺ പിന്നെയും പോവുക ശരീരത്തിലേക്ക്. അപ്പൊ നമ്മളത് പുറത്തേക്ക് പോകുന്നില്ല. മനസ്സിലല്ലേ? അപ്പൊ അതും നമുക്കൊരു ദോഷമാണ്. പാർപ്പിടം നമുക്ക് സാധാരണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീടുകൾ താമസിക്കുമ്പോൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ചൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് പാടുള്ളൂ. അതിൽ കൂടിയാൽ നമുക്കത് ദോഷമാണ്. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ള കേടുകളൊക്കെ പിന്നെ ഫാൻ ഇടുന്നുണ്ട്, എന്നിട്ട് 25ലേക്ക് നിർത്തുകയാണ് നമ്മളെ. അപ്പൊ നമ്മൾ ശ്വാസം വിട്ടുന്ന പോലെയാണ്. നമുക്ക് നല്ല വായു കിട്ടുന്നില്ല. നമ്മളെ വായു നല്ല ശ്വസിക്കാൻ ഒരു വായു കിട്ടണം. വായു കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾ ഫാൻ ഇടുന്നത്. വായു ശ്വസിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഫാൻ ഉപയോഗിക്കുന്നത്, അല്ലേ? പക്ഷെ ഇത് നമ്മൾ തന്നെയാണ് വടി കൊടുത്ത് അടി മേടിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പണം കൊടുക്കുക, രോഗം ഉണ്ടാക്കുക, പണം കൊടുക്കുക, പിന്നെ എന്താ പറയുക, നമ്മളെ ജീവനെ നശിപ്പിക്കുക. ഇപ്പൊ ചെയ്യുന്ന കാര്യം ഇതാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ രാമേട്ടൻ ഈ വീട് എന്ന് പറയുമ്പോൾ എന്റെ ഈ വീട് പ്രകൃതിയായിട്ട് യാതൊരു തരത്തിലുള്ള എതിർപ്പ് എന്റെ പ്രകൃതിയിൽ ഉതിരിക്കില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം പ്രകൃതിയാണ്. കാരണം വൈക്കോല് നെല്ലിൻ്റെതാണ്, മരാണ്, മണ്ണാണ്, പിന്നെ ചാണകമാണ്, തറയാണ്. പ്രകൃതി ഒരു തരത്തിലും ഇതിനെ ഉപദ്രവിക്കുന്നില്ല. അതേ സമയത്ത് ഒരു വാർക്ക കെട്ടിടമാണ് എങ്കിൽ പ്രകൃതിനെ എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഇതിനെ നശിപ്പിക്കണമല്ലോ. പ്രകൃതിക്ക് അത് പറ്റില്ല. നിങ്ങൾ വീട്ടിലൊരു അന്യം കയറുകയാണെങ്കിൽ അയാൾ ഓടിക്കാൻ മെനക്കെടുള്ളൂ. നിങ്ങള് അന്യനെ ഒരു വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഓനെ ഓടിക്കാൻ നിങ്ങൾ തയ്യാറാകും. അത് തന്നെയാണ് പ്രകൃതി പറയുന്നത്. ഇത് എന്റെ വീടാണ്, എന്റെ വീട്ടിലിങ്ങനെ ഒരാൾ കാണുന്നുണ്ട്, അപ്പം നശിപ്പിക്കാൻ വേണ്ടി പ്രകൃതി. അപ്പം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ മണ്ണിൽ ഇന്ന് വൈകുന്നേരം ഒരു സാധനം ഇട്ട് നോക്കുക, നാളെ ചെന്ന് നോക്കുക, അതിനെ നശിപ്പിച്ചാളില്ലേ? മണ്ണ് നശിപ്പിച്ചാളി, പ്രകൃതി നശിപ്പിച്ചാളി. അതാണ് പ്രകൃതിയുടെ രൂപം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ നെല്ലിനെ സംബന്ധിച്ച്. പിന്നെയാണ് തിരിച്ചു വരാം. 6 മാസം 30, 5 മാസം 30 ഒക്കെ ഇത് നമ്മൾ പക്ക നോക്കിയാണ് എടുക്കുക. പക്കം എന്ന് പറയുമ്പോൾ അറിയോ? പക്കം എന്ന് പറയുന്നത് എന്താ അറിയോ പക്കം ഇല്ലേ? അപ്പം അത് നോക്കാൻ എന്താ മാർഗം? പക്കം നോക്കാൻ എന്തെങ്കിലും വല്ല മാർഗമുണ്ടോ? എന്താ മാർഗം? അതറിയണമല്ലോ. ഇല്ല, ഒന്നുമില്ല. അത് പക്കം നോക്കണം, ഭാവ എപ്പോഴാണ് നോക്കണം, ഇതൊക്കെ നമുക്ക് അല്ലേ? അങ്ങനെ ഇല്ല, ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് പഞ്ചാംഗം, കലണ്ടർ ഇല്ലേ, അതിലൊക്കെ അല്ലേ നമ്മൾ ഇതൊക്കെ നോക്കേണ്ടത്. അയ്യോ പോയില്ലേ സംഗതി, അതല്ലേ? ഇതാണ് നമ്മൾ കൃഷിക്കാരൻ, അതാണ് എടുക്കുക അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ ഓരോ സീസണില് ഓരോ ഭാവ എപ്പോഴാണ്, ചന്ദ്രം എപ്പോഴാണ് പിന്നെ നക്ഷത്രം അല്ലേ? ഈ നക്ഷത്രം നോക്കിയിട്ടാണല്ലോ നിങ്ങളെ ജാതകം നോക്കിയിട്ടുള്ളത്. ഇത് നോക്കിയിട്ടല്ലേ അല്ലേ? പഞ്ചാംഗം, അതിലാണല്ലോ ഇതിലൊക്കെ ഉള്ളത്. അപ്പൊ അത് നോക്കിയിട്ടാണ് കൃഷിക്കാരൻ ബാവ് ഇതൊക്കെ നോക്കിയിട്ട് അതിന്റെ പക്കം നോക്കി വിത്തുകൾ ശേഖരിക്കുന്നതും വിത്തുകൾ ഉണക്കുന്നതും ഒക്കെ. ഇപ്പം എൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ ഞാനൊരു 7 ദിവസം ഇതേപോലെ തറയിൽ രാത്രിയും പകലും മഞ്ഞും വെയിലും കുറഞ്ഞതൊരു 7 ദിവസമെങ്കിലും ആ വിത്തിട്ട് ഉണക്കി ആണ് നമ്മൾ തൂക്കി വെക്കുക. അത് തുമ്പാന്ന് കൂട്ടാന്ന് പറയുന്ന സാധനമുണ്ട്, അതിലേക്ക് ഇട്ട് വെക്കും. അപ്പൊ എന്താണ് ഈ 7 കുറഞ്ഞത് 7 ദിവസമാണ്, 14 ദിവസം വരെ പോകാം മണ്ണിൽ, രാത്രിയും പകലും ഇവിടെ തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നെല്ല് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം കാണും. നെല്ലിൽ നമ്മൾ വയലിൽ നിന്നിട്ട് എടുക്കുമ്പോൾ ഇച്ചിരി വെള്ളം കാണും. അപ്പോൾ അതൊന്ന് ശരിക്കൊന്ന് വരട്ടി ഉണക്കി സൂക്ഷിക്കണം. വിത്ത് ഗുണം 10 ഗുണം, അതാ പറഞ്ഞു. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് നമ്മൾ വിത്തുകൾ സൂക്ഷിക്കുന്നത്. അത് ഏത് വിത്താണെങ്കിലും, അതിപ്പോൾ തേങ്ങയാണെങ്കിലും, നാട്ടിൽ നിന്ന് തേങ്ങ എടുക്കുകയാണെങ്കിലും ഇത് തന്നെ ആയിരിക്കണം സ്ഥിതി. കാരണം ഇത് 100% നന്നായി വിളഞ്ഞ് കൊഴിയാൻ വിടരുത്. കൊഴിയാതെ വിടുന്നതിന് മുമ്പായിട്ട് ആ തേങ്ങ നമ്മളെടുത്ത് ഉണക്കി കുറെ വെയിൽ കൊണ്ട് ഉണക്കണം, പിന്നെ പുകയത്തിടണം, പിന്നെ 14 ദിവസം വെള്ളത്തിടണം, പിന്നെ ഒന്ന് കമത്തി വെക്കണം, പിന്നെ നിവർത്തി വെക്കണം. ഇങ്ങനെയൊക്കെയല്ലേ തേങ്ങ പാകേണ്ടത് അല്ലേ? ഇങ്ങനെയൊക്കെ തേങ്ങ പാകേണ്ടത്. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ നെൽവിത്തിനോട് സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ പ്രകൃതിയിലെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ഓരോരുത്തർ തയ്യാറാകണം. എന്നാലേ നമ്മളെ ഭാവിയിൽ നമ്മളെ മക്കൾക്ക് ഒന്നും അറിയില്ല ചേച്ചി, ഒന്നും അറിയില്ല. എനിക്കറിയാം കുട്ടികൾ, ഞാൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പം മക്കൾക്കെന്നല്ല ഒരുവിധം ഒരു 35 വയസ്സ് 40 വയസ്സ് പ്രായമുള്ള അമ്മമാരാണെങ്കിൽ തന്നെയും
ഒന്നും അറിയുന്നില്ല. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടതെന്ന് ആളുകൾക്ക് അറിയുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതായിരിക്കണം എന്ന് ഞാൻ അറിയണ്ടേ? ഇപ്പോൾ മോനിപ്പം വിളമ്പുമ്പോൾ മോൻ ചോദിക്കണം, അമ്മ ഇത് എന്ത് അരിയാണ്, എന്ത് നെല്ലാണ് ഒക്കെ ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് പഠിക്കാൻ കഴിയും. ഇപ്പം തന്നെ നെല്ല് അരിയാണെങ്കിൽ ഇപ്പം പിന്നെ ചുവന്ന തവിടുള്ളത് മട്ട എന്ന് പറയുന്നത്, വെള്ളത്തവിട് അല്ലെങ്കിൽ വെള്ളരി എന്ന് പറയും. ഏതായിരിക്കും ഗുണം? ഈ ചുവന്ന തവിടാണോ വെള്ളത്തവിടാണോ? കറുത്ത മട്ട അല്ലേ? അതല്ലേ? ഈ കറുത്ത മനുഷ്യനാണ് ഊര് കൂടുതൽ, വെളുത്ത മനുഷ്യനാണ് ഊര് കൂടുതൽ? കറുത്ത മനുഷ്യനല്ലേ? അത് ഓക്കെ അല്ലേ? അപ്പൊ അത് തന്നെയാ അരിയുടെ ലക്ഷണം. അതേപോലെ പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾക്കെന്നല്ല, ഈ ആഫ്രിക്കൻ യൂറോപ്പ്, അതായത് പിന്നെ ഈ ആഫ്രിക്ക, പിന്നെ നൈജീരിയ, നൈജീരിയയിലൊക്കെ സാധനം കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഹൈദരാബാദിൽ ഒരു പരിപാടിക്ക് പോയി. പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ജൈവ വൈവിധ്യ ബോർഡിന്റെ 193 രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ജൈവ വൈവിധ്യ ബോർഡിന്റെ ഒരു 12 ദിവസത്തെ സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ കുറേ നൈജീരിയ പെണ്ണുങ്ങളുണ്ട്. എൻ്റെ മുന്നിൽ ഞാനിങ്ങനെ നോക്കി, സംഗതി ചോദിച്ചു നോക്കുമ്പോൾ 22 വയസ്സേ. ഇങ്ങനെയാണ് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ കാലുണ്ട് ഈ മുഴുപ്പ് കേട്ടോ. അവസാനം ഞാൻ പ്രസിഡന്റ് പറഞ്ഞു, സാറേ ഇയാളെ നിന്നിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണം. എടുക്കും വല്ല നാട്ടിൽ പോയിട്ട് പറയാം, ഇത് നമ്മളെ ആനയാന്ന് പറയാലോ. അതെ, അവരെ മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ടി ഞങ്ങളെ ഒരു തരം നെയ്ത്തുണ്ടാക്കി പോലെ ഉണ്ടാക്കിയിട്ട് പിരിച്ചു വിട്ട് വെച്ചിട്ടുണ്ട് ഇവർ, ഈ നൈജീരിയ പെണ്ണുകൾ. ഭയങ്കര സാധനങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാം വലിയ ഉരുക്കും മുഴുത്തുള്ള സാധനം. ഞാൻ ചോദിച്ചു, ബാപ്പ ഇതിന്റെ കൂടെ അല്ലേ നമ്മളുടെ കേരള പിള്ളേരെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്? ഏടെ ജയിച്ചിട്ട് വരാനാ? അവിടെ പോയിട്ട് നിങ്ങൾ എന്തോ ഭാഗ്യത്തിന് PT ഉഷ ജയിച്ചു വരുന്നതാ, മനസ്സിലായില്ലേ? ആ എന്തോ ഓളെ കുരുത്ത, അല്ലെങ്കിൽ എന്തോ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അതായിരിക്കും നിങ്ങളെ പ്രദേശക്കാരുടെ കാര്യമൊക്കെ ഉണ്ടായിരിക്കും തോന്നാൻ ഓളൊക്കെ ജയിച്ചു വരുന്നത്. ഇല്ലെങ്കിൽ അതിന്റെ പുറകൊന്നും ഓടാനാവില്ല എന്ന്. മാൻ ചാടുന്ന പോലെ ചാടുന്നത് കാണോ, കുതിര ചാടുന്ന പോലെ. അത്രയ്ക്ക് ആരോഗ്യം. ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജമാണത്. ആ ഊർജ്ജം നമ്മൾ നിൽക്കണമെങ്കിൽ ഇന്ന് ഊർജ്ജം കിട്ടാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. കാരണം മുഴുവനും കൊഴുപ്പ് ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്, മുഴുവനും കൊഴുപ്പാണ് യഥാർത്ഥ. ഇപ്പം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്ത് വെളിച്ചെണ്ണ കൂടി ഉപയോഗിക്കുന്നത്? നിങ്ങൾ മില്ലിൽ നിന്ന് തന്നെ കൂട്ട് കൂടുന്നുണ്ട് അല്ലേ? മില്ലിൽ തന്നെ കൂട്ടാ. പിന്നെ എന്ത് വെളിച്ചെണ്ണ കഴിക്കുന്നത്? അപ്പം പിന്നെ പലതരം എണ്ണകൾ, പലതരം പിന്നെ കായകളിൽ നിന്ന് എടുക്കുന്നുള്ള പാം ഓയിൽ, ഇങ്ങനെ പല എണ്ണകളാണ്. ഇതൊക്കെ നല്ലതാണെന്നോട് ആരോടെ ചോദിക്കുന്നത്? ഇത് നമ്മുടെ ശരീരത്തിന് ഗുണമാണോ ദോഷമുണ്ടോ ആരോടെ ചോദിക്കുന്നത്? അവര് പറയുന്നല്ലേ ഇത് നല്ലതാന്നുള്ളത്, നമ്മളിത് കഴിക്കല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? മമ്മൂട്ടി പറഞ്ഞാൽ അതെ, മമ്മൂട്ടിയോ അല്ലെങ്കിൽ മാമുക്കോയോ പറയാണ് നിറപറാരി ഇതാണ് പഹയമാരെ കഴിക്കേണ്ടത് എന്ന്. ഞാൻ ചോദിക്കും അല്ലേ, മമ്മൂട്ടി അങ്ങനെ പറയാം, മാമുക്കോയി പറഞ്ഞിട്ടുണ്ട് ഇതാ പഹയമാരെ കഴിക്കും. ഞാൻ ചോദിക്കട്ടെ, മമ്മൂട്ടിക്ക് ഈ മുഹമ്മദ് കോയി പോയിക്കോ ഇതുണ്ടാക്കാൻ? ഞാനൊരു ഇൻട്രസ്റ്റ് കഴിക്കും. മുഹമ്മദ് പോയിക്കോ ഇതുണ്ടാക്കാൻ? ഉണ്ടാക്കിയതാണെങ്കിൽ അയാൾ പറഞ്ഞു ഓക്കെയാണ്, കാരണം അയാൾ കൃഷിക്കാരനാണ്, അയാൾ അത്ര ശതമാനം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ നല്ലതാണ് എന്ന് പറയാം. പക്ഷെ ഇങ്ങനെയുള്ളൊന്നും പരസ്യത്തിൽ നമ്മൾ പോകരുത്. ഏത് മമ്മൂട്ടിയല്ല, ഇനിയിപ്പോൾ ആരായിക്കോട്ടെ, നമ്മൾ ഇതിനായിട്ട് തന്നെ പറഞ്ഞാലും ഞാൻ പോകില്ല. ഇതല്ലേ, നമ്മളങ്ങനെ പോകാൻ പാടില്ല. എന്താ അതൊക്കെ ബിസിനസ് പറയില്ലല്ലോ. അല്ല, ശ്രീനേട്ടൻ പറഞ്ഞില്ല, അല്ല ഞാൻ പറയാം. പിന്നെ അല്ല, ഇതൊക്കെ പരസ്യമാണ്, കച്ചവടമാണ്. നിങ്ങളുടെ പോക്കറ്റ്. ഞാൻ ചോദിച്ചു വേറൊരു കാര്യം പറയട്ടെ, 100 ജനങ്ങളുണ്ടാവുമ്പോൾ അതിൽ 20 ആളുകൾക്ക് അറിവുണ്ടാവണം. 80% ആളുകൾക്ക് അറിവുണ്ടാവില്ല. ഈ അറിവില്ലാത്ത 80 ആളാണ് ഈ അറിവുള്ള 20 ആളെ വളർത്തുന്നത്. കാര്യം ഇവൻ അറിവില്ലാത്തതുകൊണ്ട് ഇതിന്റെ മുഴുവൻ ഇങ്ങനെ തട്ടിയെടുക്കുക. നല്ല 20 ആൾക്ക് ജീവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ 100% 80 ആൾക്ക് വിവരം ഉണ്ടാകാൻ പാടില്ല. വിവരം ഉണ്ടായി 20 ആൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ അംബാനി വന്ന സ്ഥലത്തല്ലേ, വന്ന സ്ഥലത്ത് ഇങ്ങനെ കുറെ ആളുകൾ പോയില്ലേ. അപ്പൊ കേട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാല്, നമ്മളുടെ ഭക്ഷണം, നമ്മളെ പാർപ്പിടം, വസ്ത്രം, നിങ്ങൾ തന്നെ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനിപ്പോ അല്ലേ, ഇപ്പൊ ഞാൻ നിങ്ങൾ ഇതിന്റെ ചെയ്യണം എന്ന് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം ഓരോരുത്തർ ഓരോ വീട്ടിൽ അവരവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം ജീവിതം. സ്വന്തമായി വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ സ്വന്തമായി ചെയ്യുക, എന്നിട്ട് നല്ല ഭക്ഷണം കഴിക്കുക അല്ലേ. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പെങ്ങന്മാരെ, ഞാൻ ഒരു കാര്യം പറയാം, നല്ലൊരു ജീവൻ പിറക്കണമെങ്കിൽ നല്ലൊരു വിത്തിപ്പുറത്ത് വേണ്ടേ അല്ലേ? അപ്പൊ നല്ലൊരു വിത്തുണ്ടെങ്കിൽ നല്ലൊരു വിത്തപ്പുറത്ത് വരുള്ളൂ. നിങ്ങളുടെ വിത്ത് തന്നെ നിങ്ങൾ മോശമായി നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു വിത്ത് പിന്നെ ഒരു രക്ഷയില്ല. അവർക്കൊക്കെ ഒന്ന് ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ മുഴുവനും ഡോക്ടർമാർ മുഴുവൻ സിസേറിയൻ എല്ലാം എടുക്കുക. സാധാരണ എന്ന് പറഞ്ഞാൽ മാങ്ങ പഴുത്ത് വീഴണ്ടേ അല്ലേ? പഴുത്ത് വീഴാൻ അനുവദിക്കുന്നുണ്ടോ? അപ്പോ ഇല്ല. അപ്പോൾ ഡോക്ടർ പറയും 10 ദിവസത്തെ അവധിയുള്ളൂ,
അവർക്കറിയാം 10 ദിവസം ഇയാൾ അവധി പറഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് നാണക്കേടല്ലേ എടുത്തില്ലെങ്കിൽ അല്ലേ? ഇല്ലെങ്കിൽ MBBS വല്ല വിലയുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് നിങ്ങളെ പേടിപ്പിച്ച് സംഗതി പുറത്തേക്ക് നിർത്തും. ഇനിയും 10 ദിവസം അവധി ഉണ്ട് അതിന് അല്ലേ? പക്ഷെ അതെ. അപ്പൊ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ പഴുത്ത് വീഴണം, നമ്മൾ പറിച്ച് പുല്ലിൽ വെച്ച് അതിലൊരു പൊടിയിട്ട് പഴുപ്പിച്ചാൽ അത്ര ഗുണം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എല്ലാം കൃത്രിമം. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഈ ലോകത്തിൽ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞിടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും പ്രകൃതിനിത്യമായിട്ട് അല്ലെങ്കിൽ യാതൊരു കൃത്രിമമില്ലാത്ത ഒരു വസ്തു നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരും. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, എവിടെയും കാണില്ല. എന്താ ഉള്ളത് നിങ്ങൾ കൃത്രിമില്ലാതെ? ചക്കയുണ്ട്. എന്റെ ചക്കന് ഞാൻ ഇവിടെ തോട്ടത്തിൽ ഇയാള് കാപ്പിക്കും കുരുമുളകിനും രാസവളം ഇല്ലേ? ശരിയാണ്. അതിലയാൾ കാപ്പിക്കും റൗണ്ടപ്പ് അടിക്കുന്നുണ്ട്, കാപ്പിക്ക് വളരുന്നുണ്ട്, മരുന്ന് കുരുമുളകിന് മരുന്നിടുന്നുണ്ട്, കളനാശിനി അടിക്കുന്നുണ്ട്. അപ്പൊ ചക്കയ്ക്കും പോവില്ലേ? ചക്കയ്ക്കും പോവും. പിന്നെ എന്തെന്നാ നിങ്ങൾ തിങ്ങളെ പറയും തേങ്ങയ്ക്കില്ല, തേങ്ങയിൽ അപ്പുറത്ത് പറയും തേങ്ങ അടിച്ചു കൂട്ടി വെള്ളം കൊടുക്കുന്നില്ലേ? പിന്നെ എന്തെന്നാ നിങ്ങളെ പറ? ഒരു വസ്തുവില്ല. ഇപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മള് പരുത്തിത്തുണി എന്ന് പറഞ്ഞാല് വീട്ടിയ പരുത്തി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലൊക്കെ അതൊക്കെ കൃത്രിമപരമായിട്ടുള്ള വിത്തിൽ നിന്നുണ്ടാക്കുന്നതാണ് പരുത്തിത്തുണി. അല്ലാണ്ട് പഴയുള്ള തരത്തിലുള്ള പരുത്തിന്റെ വിത്തുകളൊന്നും എവിടെയില്ല. എല്ലാം കൃത്രിമമായിട്ടുള്ള പിന്നെ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള പരുത്തിത്തുണികളാണ്. അതിനെന്താ ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ നമ്മളെ ലോകം നമ്മളെ കാർഷിക, അതായത് എന്താ പറയാ, ഹരിത വിപ്ലവം നമ്മളെ കൊണ്ട് എത്തിച്ചു. വ്യത്യസ്തനാം ഒരു ബാർബറാമാലിനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ കാർഷിക പരിഷ്കാരം നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അതൊരു മണ്ടത്തരം, നമുക്ക് വലിയ മണ്ടത്തരം. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. അപ്പം പിന്നെ ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു കൃഷിപാഠം എന്ന് പറയുന്നത് എളുപ്പം പറയാൻ തീരുന്നതല്ല. രണ്ടും കൂടി വരണം, തിയറി വരണം, അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കണം. ഈ രണ്ടും കൂടി ഒന്നിച്ച് വന്നാലേ നമുക്കിത് വായിക്കുന്നത് മറന്നു പോകും, അനുഭവം മറക്കില്ല അല്ലേ? കണ്ടത് നമുക്ക് മറക്കില്ല. ഇപ്പൊ ഇത് കണ്ടത് നിങ്ങൾക്ക് മറക്കില്ല. കാരണം രാമന്റെ അടുത്ത് പോയി കണ്ടു, പക്ഷെ അവിടുത്തെ കാര്യം എന്തെന്ന് അറിയില്ല, എന്നാലും കണ്ടു. അത് നമുക്ക് മനസ്സിൽ വരും. അത് കാണണമെങ്കിൽ നമ്മൾ ക്ലിയറല്ല, നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്കെല്ലാം ചെയ്താലേ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഇരുത്താൻ കഴിയും. മാത്രമല്ല നമുക്ക് പിന്നെ ഓർമ്മയിലുണ്ടെങ്കിൽ വരുള്ളൂ, മറ്റു ഓർമ്മയിൽ വരില്ല. അപ്പം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെല്ല് എന്തെല്ലാം ഉണ്ട്. അപ്പം ഞാൻ നെൽവിത്ത് മാത്രമല്ല, അപ്പം ചോളയുണ്ട്, ചാമയുണ്ട്, തേന എന്ന് പറയുന്നുണ്ട്, പെന എന്ന് പറയുന്ന നെല്ലുണ്ട്, കറുത്ത നെല്ലുണ്ട്. ഇതൊക്കെ നമ്മൾ വരുന്നതാണ്. ഒരിക്കലും എന്നോട് ചോദിച്ചപ്പോൾ രാമായിട്ട് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ കൃഷി ചെയ്ത കേരള ജനതയ്ക്ക് തെയ്യുമെന്ന് ചോദിച്ചു. എന്താ തെയ്യാണ്ടെന്താ ഒക്കെ തെയ്യും. ഇനി അഥവാ തെയ്ഞ്ഞില്ല എങ്കിൽ ഒരു 20% നമുക്ക് പുറത്തിറക്കിക്കൂടെ അല്ലേ? ഇപ്പൊ നിങ്ങളെ വീട്ടിലിപ്പോ നെല്ല് എല്ലാം സാധനം സ്റ്റോക്ക് എടുത്തിരിക്കട്ടെ, നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 12 മാസം തേയില, ഒരു മാസം ലേശം കമ്മി വരും. ആ ഒരു മാസം നമുക്ക് അവിടെ പോയി കടം മേടിച്ചു വരാം, അല്ലെങ്കിൽ അയാളുടെ കീഴ പുഴുന്ന് എന്താ വേണമെങ്കിൽ തിന്നാം. ബാക്കി 11 മാസം നമുക്ക് കഴിച്ചൂടെ? കഴിക്കാം, നമുക്ക് കേരളത്തിൽ കഴിക്കാം. കാരണം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് സമ്പന്നമായ സ്റ്റേറ്റാണ്. നമുക്ക് വെള്ളമുണ്ട് ഇവിടെ, നല്ല മണ്ണുണ്ട് ഇവിടെ, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് ആരും ഉപയോഗിക്കില്ല. ഇവിടെ ഇപ്പം നമുക്ക് അർഹതപ്പെട്ട 30 TMC വെള്ളം പോലും നമ്മൾ എടുക്കാൻ തയ്യാറില്ല. നമുക്ക് 30 TMC വെള്ളം ഉണ്ട് ഇവിടെ. കർണാടകക്കാരാണ് എടുക്കുന്നത്. അതിനാ തമിഴ്നാട് ചോദിച്ചു, കർണാടകക്കാരോട് നിങ്ങൾ 30 TMC വെള്ളം നിങ്ങളുണ്ടല്ലോ, അത് നമുക്ക് നിങ്ങൾ എന്തിനാ കർണാടകക്കാർക്ക് കൊടുക്കുന്നതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ആര് പറഞ്ഞു? തമിഴ്നാട്ടുകാർ പറഞ്ഞു. നമ്മളതും ചെയ്യാൻ പോകും. ഒരു മുല്ലപ്പെരിയാറിലെ വെള്ളം അങ്ങോട്ടും കൊണ്ടുപോയി, ഞങ്ങളുടെ വയനാടും കവനിപ്പുഴൻ്റെ വെള്ളം കർണാടകക്കാരും കൊണ്ടുപോയി. ഇപ്പം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ അല്ലേ, നമുക്കിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മുല്ലപ്പൂ മാലങ്ങൾ കഴുത്ത് ചൂടാണെങ്കിൽ കർണാടക, ഒരു റീത്ത് വേണമെങ്കിൽ കർണാടക, ഒരു ബൊക്ക വേണമെങ്കിൽ കർണാടക. ഞങ്ങൾ കണ്ടതാ. എല്ലാം വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴല്ലോ എല്ലാവരും ഇങ്ങനെ കെട്ടിക്കൂട്ടി റീത്തുകള്, മുല്ലപ്പൂ മുല്ലെല്ലാം. എന്നിട്ട് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ സാധനം മുഴുവൻ കയറ്റി മാനന്തവാടി അവിടെ കൊണ്ടുവന്ന് നടക്കും. ഓണത്തിന് പൂവിടാൻ ഒരു പൂവിടാൻ നമുക്കിവിടെ ഉണ്ടോ? നമുക്കെന്താ ഇവിടെ ചെണ്ടിമല്ലി നമുക്കിവിടെ ഉണ്ടാവില്ലേ, ചേമന്തി ഇവിടെ ഉണ്ടാവില്ലേ, റോസ നമ്മൾക്കിവിടെ ഉണ്ടാവില്ലേ? പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്തല്ലേ. എന്താണെന്നറിയാം ചെയ്യാത്തതിന്റെ കാരണം എന്ന് ചോദിച്ചാല്, നിങ്ങൾ മുഖത്ത് പൗഡർ, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ദേഷ്യം ഒന്നും വിടരുത്. നമ്മളിപ്പോ മുഖത്ത് പൗഡർ പോകുന്നതിനും വിഷമവും, നെറ്റിന്റെ പൊട്ട് പോകാൻ വിഷമവും അല്ലേ? പിന്നെ എവിടെയാണ് നേരം പണം പിടിക്കുക? ഞാനിവിടെ എൻ്റെ വയലിലേക്ക് വേണ്ടി കുറേ ആളുകൾ ചോദിച്ചു. ഒരു 10-12 പെണ്ണുങ്ങൾ നാട്ടിൽ കയറാൻ പറഞ്ഞു. എന്നിട്ട് 10 പെണ്ണുങ്ങൾ വരാൻ പറഞ്ഞിട്ട് അവർ വന്നത് 4 പേരാണ് വന്നിട്ട്, 5 പേര് വന്നു. ഒരിക്കലും പുറത്ത് കഴിയുമ്പോൾ ഒരിക്കലും 5 പേരാണ്. അതേ സമയത്ത് ഒരു PSCക്ക് ഒരു ചീപ്പറിന് അടിച്ചു വരാൻ വേണ്ടി അപേക്ഷിച്ചോക്ക് 10 അപേക്ഷ അതിന് ലക്ഷം പേര് അപേക്ഷിച്ചത്.
അടിച്ചു വരുന്ന പണിയേ അതിന് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടാവും PSC. അതിന് 1 ലക്ഷം പേര് അപേക്ഷയ്ക്ക് ഇന്റർവ്യൂ വന്നിട്ടില്ല, അല്ലെങ്കിൽ അപേക്ഷ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ 5 പേര് 10 ആൾ വിളിച്ചിട്ട് 5 പേര് അല്ലേ. ഞാൻ ചോദിച്ചു നിങ്ങള് പിന്നെ വടകരയിലെ തഹസിൽദാരും അവിടുത്തെ സബ് രജിസ്ട്രാളൊന്നും ഇവിടെ വന്നിരുന്നു. അവരൊക്കെ വന്നിട്ട് പിള്ളേർ വരുന്ന ഇവിടെ വന്ന് വല്ല ഊണും കഴിച്ചു പോയി. കളക്ടർ കാണാനൊന്നും ഒരു വിഷമമില്ല. അയാൾ വിളിച്ചെന്ന ആളെ കാണാം. ഒരു പണിക്കാരനെ വിളിച്ച് കിട്ടുന്നില്ല അല്ലേ. കളക്ടർ വേണമെങ്കിൽ സാറേ നാളെ നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് PA വിളിച്ചൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ഒരു 11 മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 11 മണിക്ക് വന്ന് അയാൾ അവിടെ കൃത്യമായി ഉണ്ടാവും, അവിടെ ഉണ്ടാവും. പക്ഷെ ഒരു പണിക്കാരനെ ചോദിച്ചാൽ ഇന്നും നാളെ ഞാൻ വന്നിട്ടില്ല, മറ്റന്നാൾ നിങ്ങൾ വേറെ ആരും നോക്കില്ല. ഇതാണ് നമുക്ക് പറ്റുന്നുള്ള ഏറ്റവും വലിയ ദോഷം. ഇതിന്റെ ദോഷം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ തകർന്നപ്പോൾ അണുകുടുംബമായി മാറി, സ്വത്ത് വിഹിതം വന്നു. അതല്ലേ, സ്വത്ത് വിഹിതം വന്ന് അണുകുടുംബമായി മാറിയപ്പോൾ അച്ഛനുണ്ടാക്കി വെച്ച മുതൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് താറുമാറ് ചെയ്തു. അതിലൊരു മോനെ മാത്രം പിടിച്ചിരിക്കുന്നുണ്ട്, അയാൾ അച്ഛൻ്റെ പാരമ്പര്യം. ബാക്കി എല്ലാവരും എന്താക്കി പുട്ടടിച്ച്, അല്ലെങ്കിൽ ദുബായി കടന്നുപോയി, അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ വണ്ടി മേടിച്ച് ഒക്കെ കൊളാക്കി. പിന്നെ എങ്ങനെ പണ്ട് കാലത്താണെങ്കിലും വലിയൊരു കൂട്ടുകുടുംബമാണ്. ഓണം വിഷുവൊക്കെ കഴിയുമ്പോൾ എത്ര ആളുകളാണ് കൂടുന്നല്ലേ അല്ലേ. എങ്ങനെയാ ഞാൻ ചോദിക്കട്ടെ, ഏട്ടൻ വെച്ച് ഏട്ടച്ചമ്മൻ ഇങ്ങനെ വിളിക്കുക ചോദിക്കട്ടെ. നമ്മളെ ഏട്ടൻ, ഇപ്പൊ നിങ്ങളുടെ ഏട്ടൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു, അവരെങ്ങനെയാ നിങ്ങൾ വിളിക്കുക? പഴമൊഴിയാണ്, പഴയുള്ള സംഭവമാണ്. ഏടച്ചമ്മ അല്ലേ, ഏടച്ചമ്മ തന്നെ, വേറെ ഒന്നും വിളിക്കൂല ഇല്ലേ? വേറെ വിളിക്കാൻ അറിഞ്ഞും കൂടാ ഇല്ല. ഇല്ല കാരണം പറയാ, പറയും എങ്ങനെയാ വിളിക്കുക? ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചതേ ഉള്ളൂ. ഈ കൂട്ടുകുടുംബത്തിന്റെ പഴയ സമ്പ്രദായത്തിനനുസരിച്ച് ഒരു എക്സാമ്പിൾ അറിഞ്ഞുള്ളൂ. എങ്ങനെയാ വിളിക്കുക? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഭാഷ വരെ പോയി, നമ്മളെ സംസ്കാരമേ പോയി. നാത്തമ്മന്ന് വിളിക്കില്ലേ, നാത്തൂനെന്ന് വിളിക്കൂലേ അല്ലേ? നാത്തൂന്നല്ലേ വിളിക്കുക, അതല്ലേ നമ്മളെ പഴയ വിളി അല്ലേ? ഇന്നിപ്പോ നമ്മളെ ഏട്ടച്ചാൻ വിളിക്കുന്നുണ്ട്, കെട്ടിയോനെ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. ഇന്നിപ്പോ പേരാ ഇവിടെ അങ്ങോട്ട് ആങ്ങളെന്റെ ഭാര്യ തന്നെയാണ് നാത്തു എന്ന് വിളിക്കുക. അതെ, ആങ്ങളെന്റെ ഭാര്യനെ അതന്നെ ഞാൻ പറഞ്ഞു, നാത്തുന്നാ വിളിക്കുക. ഇന്നിപ്പോ അതല്ല, ഇന്നിപ്പോ ഇങ്ങനെയാ പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒറ്റരവധി കാര്യങ്ങൾ നമ്മൾ കുടുംബം, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചുറ്റി സഞ്ചരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ കുടുംബത്തെ കൂടി ചുറ്റണം, കാട്ടിൽ കൂടി ചുറ്റണം, വെള്ളത്തിൽ കൂടി ചുറ്റണം, മണ്ണിൽ കൂടി ചുറ്റണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. നമ്മൾ എല്ലായിടത്തും കൂടെ നമ്മൾ പോകണം. എന്താണെന്ന് ചോദിച്ചാൽ എന്റെ കുഞ്ഞുമക്കൾ, നമ്മൾ ഈ ഭൂമിയും മനുഷ്യരും ഏക്കാലം വരെ പോകും നമുക്ക് ആർക്കും പറയാൻ പറ്റുമോ അല്ലേ? അപ്പൊ ചിലപ്പോ ഇതൊക്കെ എന്തായാലും ഇത് ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ പോകണം എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, അല്ലാണ്ടെന്ന് പറഞ്ഞാൽ ഇതിനിപ്പോ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു സെക്കൻഡ്, ഈ തിരുനെല്ലിയിൽ നിന്ന് വരുന്ന ആള് നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാൻ എവിടെ എത്തണം? ഞങ്ങൾ കുറുവയ്ക്ക് പോകണം ഉദ്ദേശമുണ്ട്. അവിടെ എവിടെ എത്തിയെന്ന് ചോദിക്കും. കാട്ടിക്കൊള്ളെത്തിയിട്ടുള്ളൂ. കാട്ടിക്കൊടുത്തോ? നേരെ മാനന്തവാടിക്ക് വരാൻ പറയും, ഇല്ലെങ്കിൽ അത് അവർക്ക് എളുപ്പം അറിയുന്ന റൂട്ട് ഏതാന്ന് ചോദിച്ചേ. ബസ്സിലാ? അത് മാനന്തവാടിക്ക് വരാൻ പറയും. നേരെ മാനന്തവാടിക്ക് ബസ് കയറിയോ, എന്നിട്ട് നേരെ കൊയിലേരിക്ക് ബസ്സിന് വരാൻ പറയും. എന്നിട്ട് നേരെ കൊയിലേരിക്ക് ബസ് കയറി നേരെ മാനന്തവാടി വരെ. മാനന്തവാടി അല്ല വേണ്ട, അല്ലല്ല, നിങ്ങൾക്ക് കൊയിലേരിക്ക് ഇനി നേരെ ഇവിടെ നിന്ന് ബസ് കയറി നമ്മൾ ഈ പാലം കടന്ന് നേരെ പോകുന്ന കുറുവയിലേക്കാണ്. കൊയിലേരി വന്നു. അപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുമ്പോ അവരെ ആളെ അവിടെ വെയിറ്റ് ചെയ്തോട്ടെ. കൊയിലേരി ബസ് ഇറക്കാൻ പറ. അപ്പൊ നമുക്ക് നിർത്താം സമയം.